ഹലോ, വെൽക്കം ബാക്ക്. ഇത് ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ മുടി വെട്ടിക്കാൻ പോകുന്ന വഴിക്ക് ഒരു 2 കുതിരകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. തീറ്റാൻ വേണ്ടി ആരോ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇന്നും ഇങ്ങനെ പറയുന്നത് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലം എന്നുള്ള സിനിമയത്തെ സൂര്യക്ക് വെണ്ണില സുവെണ്ണ ആ സീൻ എനിക്ക് ഒന്ന് ചെയ്യണം എന്ന് പറയാറുണ്ട്. പക്ഷെ കുതിരയെ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത് പോകാൻ തന്നെ പേടിയായിരുന്നു. പിന്നെ ഉണ്ണിയേട്ടനൊക്കെ അതിനെ തൊട്ട് അങ്ങനെ തൊടുകയൊക്കെ ചെയ്ത് അതിനെ അടുപ്പിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ പോയി നിന്നത്. എന്നാലും എനിക്ക് പേടിയായിരുന്നു. പിന്നെ ഞങ്ങളവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പതുക്കെ ഞാനും മിച്ചുക്കുട്ടനും സച്ചു എല്ലാവരും അതിൻ്റെ അടുത്ത് പോയി അതിനെ തൊടുകയൊക്കെ ചെയ്തു. ഫസ്റ്റ് പതുക്കെ പേടിച്ചാണ് പോയത്. ഞാൻ പോയി പിന്നെ അതിൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് പിന്നെ വിച്ചുവും സച്ചുവും കൂടി അങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞു, അഥവേ അത് ചാടുക പറ്റുകയാണെങ്കിൽ നമുക്ക് ഓടാനുള്ള തയ്യാറെടുപ്പിൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓടാൻ കുറച്ച് ബുദ്ധിമുട്ട്. അവിടെ നിറയെ മുള്ളുണ്ട്, കുറച്ച് കാട് പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി. ഒരെണ്ണം കൂടി ഉണ്ട്, അത് കുറച്ച് അപ്പുറത്ത് നിൽക്കുമായിരുന്നു. അതിനെ കെട്ടിയിട്ടിട്ടില്ല, അതവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇതിനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കെട്ടിയതുകൊണ്ട് കുറച്ച് ധൈര്യമായിട്ട് പോയത്. അതാ വിച്ചുക്കുട്ടനും സച്ചു കൂടി പതുക്കെ വരുന്നുണ്ട്. അവർക്ക് പശു, ആട് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സച്ചുക്കുട്ടൻ അതിനെ കയ്യിലെടുത്തു, അതിനെ തൊടുകയൊക്കെ ചെയ്തു. എനിക്ക് പക്ഷേ പേടിയായിരുന്നു. പിന്നെ ഞാനും പതുക്കെ അതിൻ്റെ അടുത്ത് പോയി പതുക്കെ തൊടുന്നുണ്ട്. ഉണ്ണേട്ടൻ പറയുന്നുണ്ട് തൊട്ട് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ചാടുകയെങ്ങാനും ചെയ്ത് അത് കൂടെ ഓടാനും ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അവന്മാരതിനെ തൊട്ടും ഒഴിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. എനിക്കെപ്പോഴും പേടിയായിരുന്നു, പെട്ടെന്നെങ്ങാനും ചാടുമോ എന്നൊക്കെ പേടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കതിനെ തൊടാൻ തന്നെ പേടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എന്നെ കളിയാക്കി, അമ്മയ്ക്ക് പേടിയാന്നൊക്കെ പറഞ്ഞ്. അവർക്ക് പിന്നെ ഇങ്ങനത്തെയോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർ വേഗം പെട്ടെന്ന് അടുക്കും. പിന്നെ ഉണ്ണേട്ടൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ കാലും കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടടി, അതൊന്നും ചെയ്യൊന്നുമില്ല എന്ന് പറഞ്ഞു. കണ്ടോ, കാല് കെട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ അവിടെ നിന്നു. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ പറയാം, സച്ചും കൂടി ഇതിൻ്റെ അടുത്ത് നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനും പേടി, ഇടയ്ക്ക് ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് നിന്നു. നമ്മൾ ഇത്ര അടുത്തൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്നു, കുറച്ച് നേരമൊക്കെ നിന്നു, ഫോട്ടോ എടുത്തു. അപ്പോൾ അതിലെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അപ്പം അവർ നോക്കി, ഇതിൻ്റെ ഓണറാണോ എന്നറിയില്ല. കണ്ടോ, ഞാൻ പേടിച്ചു അത് തിരിഞ്ഞ് തിന്നാനും എന്തിനും നിന്നതാണ്. പക്ഷെ എനിക്ക് പേടിയാണ്. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് മാറി. അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കുതിരയെ ഉപദ്രവിക്കുകയാണോ എന്നുകൊണ്ട് മറ്റേ കുതിര വന്ന് ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോവാൻ നിന്നു. മറ്റേ കുതിര വന്ന് ഈ കുതിരയോട് സൗണ്ട് ഉണ്ടാക്കി എന്തോ ചോദിക്കുക തോന്നുന്നു, ഞങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ. തിരിച്ചതേപോലെ ഈ കുതിരയും സൗണ്ടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ പറയുന്നു, കണ്ടോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപദ്രവിക്കുമെന്ന്. അപ്പോൾ ഓക്കെ ബൈ, ഇത്രയേ ഉള്ളൂ.